ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 19 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളെ കുറിച്ചാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ്. എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഡിസംബർ 19 പ്രത്യേകത എന്തെന്നാണ്. ഡിസംബർ 19 ഗോവ വിമോചന ദിനമാണ്. ഇനി എന്തുകൊണ്ടാണ് ഡിസംബർ 19 ഗോവ വിമോചന ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം. 1961 പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്നും ഗോവ സ്വതന്ത്രമായതിൻ്റെ സ്മരണാർത്ഥമാണ് ഡിസംബർ 19 ഗോവ വിമോചന ദിനമായി ആഘോഷിക്കുന്നത്. അപ്പോൾ വർഷം ഓർത്തു വെക്കുക. എന്നാണ്? 1961 പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്നും ഗോവ വിമോചനം നേടിയത്. അതിനോടുള്ള സ്മരണാർത്ഥമാണ് ഡിസംബർ 19 ഗോവ വിമോചന ദിനമായി ആഘോഷിക്കുന്നത്. അപ്പോൾ ഡിസംബർ 19 പ്രത്യേകത എന്താണ്? ഗോവ വിമോചന ദിനമാണ്. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. എന്താണ് പോയിന്റ് എന്ന് നോക്കാം. ഈജിപ്തിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്? അപ്പോൾ ഈജിപ്തിന്റെ പ്രസിഡന്റിനെ നിയമിച്ചിരിക്കുകയാണ്. ഈജിപ്തിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ നേരത്തെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ആബ്ഡൽ ഫത്താഹ് എൽ സിസി ആണ്. ആരാണ്? ആബ്ഡൽ ഫത്താഹ് എൽ സിസി ആണ് ഈജിപ്തിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അടുത്ത അപ്പോയിന്റ്മെന്റ് ഏതാണെന്ന് നോക്കാം. ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ച ഇന്ത്യയിലെ പുതിയ അംബാസിഡർ ആരെന്നാണ്? എന്താണ്? ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ച ഇസ്രയേലിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ഇന്ത്യൻ അംബാസിഡർ ആരെന്നാണ്? ആരാണ്? റുവൻ അസാർ. ആരാണ്? റുവൻ അസാർ ആണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ച ഇന്ത്യയിലെ പുതിയ അംബാസിഡർ. അടുത്ത നമ്മൾ ഒരു ബുക്കിനെ പരിചയപ്പെടുകയാണ്. ബുക്കിന്റെ പേരെന്താണെന്ന് നോക്കാം. ദ 8% സൊല്യൂഷൻ എ സ്ട്രാറ്റജി ഫോർ ഇന്ത്യാസ് ഗ്രോത്ത് എന്ന ബുക്കാണ്. എന്താണ് ബുക്കിന്റെ പേര്? ദ 8% സൊല്യൂഷൻ എ സ്ട്രാറ്റജി ഫോർ ഇന്ത്യാസ് ഗ്രോത്ത് എന്ന ബുക്ക് എഴുതിയത് ആരെന്നാണ്? ആരെഴുതിയ ബുക്കാണ്? നിഖിൽ ഗുപ്ത. ആരാണ്? നിഖിൽ ഗുപ്ത എഴുതിയ ബുക്കാണ് ദ 8% സൊല്യൂഷൻ എ സ്ട്രാറ്റജി ഫോർ ഇന്ത്യാസ് ഗ്രോത്ത് എന്ന ബുക്ക്. വീണ്ടും ഒരു ബുക്കിനെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് ബുക്കിന്റെ പേര്? ഇലോൺ മസ്ക്. എന്താണ് ബുക്കിന്റെ പേര്? ഇലോൺ മസ്ക് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? വാൾട്ടർ ഐസക്സൺ. ആരാണ്? വാൾട്ടർ ഐസക്സൺ എഴുതിയ ബുക്കാണ് ഇലോൺ മസ്ക് എന്ന ബുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ 2 ബുക്കുകളാണ് പരിചയപ്പെട്ടത്. 2 ബുക്കിന്റെ പേരും അതിന്റെ ഓതേഴ്സിന്റെ പേരും ഓർത്തു വെക്കുക. അപ്പോൾ ഇലോൺ മസ്ക് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? വാൾട്ടർ ഐസക്സൺ ആണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്. എന്ത് പുരസ്കാരമാണ് എന്ന് നോക്കാം. നൈഹോം പുരസ്കാരമാണ്. വിദ്യാഭ്യാസത്തിനുള്ള നൈഹോം പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കെന്നാണ്? ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി ആണ്. അപ്പോൾ പോയിന്റ് എന്താണ്? റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ വിദ്യാഭ്യാസത്തിനുള്ള നൈഹോം പുരസ്കാരം 2023 ലഭിച്ച ഇന്ത്യക്കാരി ആരെന്നാണ്? ആരാണ്? സവിത ലെഡേജ്. ആരാണ്? സവിത ലെഡേജിനാണ് 2023 റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി നൽകുന്ന വിദ്യാഭ്യാസത്തിനുള്ള നൈഹോം പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ രസതന്ത്ര വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്കാണ് സവിത ലെഡേജിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക. റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ വിദ്യാഭ്യാസത്തിനുള്ള നൈഹോം പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? സവിത ലെഡേജ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ഏതെന്നാണ്? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വരുന്ന ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ഏതാണ്? കൃത്രിം. ഏതാണ്? കൃത്രിം എന്നുള്ള ഒരു AI പ്ലാറ്റ്ഫോം ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് വരുന്ന ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോം ആരാണ് പുറത്തിറക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യ ബഹുഭാഷ AI പ്ലാറ്റ്ഫോമായ കൃത്രിം എന്ന AI പ്ലാറ്റ്ഫോം പുറത്തിറക്കുന്നത് ആരാണ്? ഓലയാണ് പുറത്തിറക്കുന്നത്. ഓല പുറത്തിറക്കുന്നതാണ് ഏത്
കൃത്രിം എന്നുള്ള ബഹുഭാഷ AI പ്ലാറ്റ്ഫോം. അപ്പോൾ പോയിന്റ് എന്തായിരുന്നു? ഇന്ത്യയിലെ തന്നെ ആദ്യ ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കൃത്രിം. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതെന്നാണ്? എന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതാണ്? സ്വർവേദ് മഹാമന്ദിർ. ഏതാണ്? സ്വർവേദ് മഹാമന്ദിർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം. ഏതാണെന്ന് ഓർത്തു വെക്കുക. സ്വർവേദ് മഹാമന്ദിർ. സ്വർവേദ് മഹാമന്ദിർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം. അടുത്തിടെയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ ഒരു സ്വർവേദ് മഹാമന്ദിർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക. വാരണാസിയിലാണ്. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് സ്വർവേദ് മഹാമന്ദിർ സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു പോയിന്റ് ചർച്ച ചെയ്തിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എവിടെയാണെന്ന് ചർച്ച ചെയ്തിരുന്നു. ഏതാണ്? സൂററ്റ് ഡയമണ്ട് ബോർഡ്സ് എന്ന ഓഫീസ് സമുച്ചയമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സൂററ്റ്, ഗുജറാത്തിലെ സൂററ്റിലാണ് സൂററ്റ് ഡയമണ്ട് ബോർഡ്സ് എന്ന ഓഫീസ് സമുച്ചയം നിലനിൽക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതാണ്? സ്വർവേദ് മഹാമന്ദിർ ആണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാരണാസി, ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ്. എന്തിൻ്റെ വേദിയാണെന്ന് നോക്കാം. അനിമൽ ഹെൽത്ത് കോൺക്ലേവ്. എന്താണ്? അനിമൽ ഹെൽത്ത് കോൺക്ലേവ് 2023 വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ് 2023 അനിമൽ ഹെൽത്ത് കോൺക്ലേവ് നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കോൺക്ലേവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് കൂടി ഓർത്തു വെക്കുക. പർഷോത്തം രൂപാലയാണ് 2023 ആനിമൽ ഹെൽത്ത് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ് 2023 ആനിമൽ ഹെൽത്ത് കോൺക്ലേവ് നടക്കുന്നത്. അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ആരെന്നാണ്? ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ. ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ. ഏതാണ്? അന്റാർട്ടിക്കയിലാണ്. അപ്പോൾ മൗണ്ട് വിൻസൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് മൗണ്ട് വിൻസൺ സ്ഥിതി ചെയ്യുന്നത്. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ ആണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രതിരോധ മിസൈലിനെ കുറിച്ചുള്ള പോയിന്റ് ആണ്. അടുത്തിടെ IAF വിജയകരമായി പരീക്ഷിച്ച വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ഏതെന്നാണ്? ഏതാണ്? സമർ എന്നുള്ള വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ പരീക്ഷണമാണ് വിജയിച്ചിരിക്കുന്നത്. എന്താണ് പോയിന്റ്? അടുത്തിടെ IAF വിജയകരമായി പരീക്ഷിച്ച വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ഏതാണ്? സമർ എന്നുള്ള പ്രതിരോധ മിസൈൽ സംവിധാനമാണ്. അതോടൊപ്പം ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടി പറയാം. ആകാശത്തിലെ 4 ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർത്ത ഇന്ത്യൻ മിസൈൽ ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. എന്താണ് പോയിന്റ്? ആകാശത്തിലെ 4 ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കാൻ കഴിവുള്ള ഒരു ഇന്ത്യൻ മിസൈൽ ഏതാണത്? ആകാശ്. ഏതാണ്? ആകാശ് എന്നുള്ള മിസൈൽ സംവിധാനമാണ്. എന്താണ്? ആകാശത്തിലെ 4 ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർത്ത ഇന്ത്യൻ മിസൈൽ ഏതാണ്? ആകാശ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് മല്ലിക സാഗറിനെ കുറിച്ചുള്ള പോയിന്റുകളാണ്. എന്താണെന്ന് നോക്കാം. IPL താരലേലം. എന്താണ്? IPL താരലേലം നിയന്ത്രിക്കുന്ന ആദ്യ വനിത ആരാണ്? മല്ലിക സാഗർ ആണ്. എന്താണ്? IPL താരലേലം നിയന്ത്രിക്കുന്ന ആദ്യ വനിത ആരാണ്? മല്ലിക സാഗർ ആണ്. എന്താണ്? IPL തന്നെ ആദ്യ വനിതാ ഓപ്ഷണറാണ് ആര്? മല്ലിക സാഗർ. അതോടൊപ്പം ഓർത്തു വെക്കുക 2024 എഡിഷനിലേക്കുള്ള IPL താരലേലം എവിടെ വെച്ചാണ് നടന്നത്? ദുബായിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചാണ്? ദുബായിൽ വെച്ചിട്ടാണ്. ആ ഒരു താരലേലമാണ് ആര് നിയന്ത്രിച്ചത്? മല്ലിക സാഗർ നിയന്ത്രിച്ചത്. അപ്പോൾ 2024 IPL എഡിഷനിലേക്കുള്ള താരലേലമാണ് ആര് നിയന്ത്രിച്ചത്? മല്ലിക സാഗർ നിയന്ത്രിച്ചത്. അപ്പോൾ IPL താരലേലം നിയന്ത്രിക്കുന്ന ആദ്യ വനിത ആരാണ്? മല്ലിക സാഗർ ആണ്.
മാത്രമല്ല 2023-24 എഡിഷനിലേക്കുള്ള ഇന്ത്യൻ വുമൺ പ്രീമിയർ ലീഗിലേക്കുള്ള താരലേലവും ആരാണ് നിയന്ത്രിച്ചത്? മല്ലിക സാഗർ തന്നെയാണ്. അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക. IPL താരലേലം നിയന്ത്രിക്കുന്ന ആദ്യ വനിത ആരാണ്? മല്ലിക സാഗർ ആണ്. ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. എന്താണ്? ഈജിപ്തിന്റെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അബ്ദേൽ ഫത്താഹ് എൽ സിസി. ആരാണ്? അബ്ദേൽ ഫത്താഹ് എൽ സിസി ആണ് ഈജിപ്തിന്റെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അതോടൊപ്പം ഒരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക. 2023 റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയത് ആരായിരുന്നു? ഇദ്ദേഹമായിരുന്നു. അബ്ദേൽ ഫത്താഹ് എൽ സിസി ആയിരുന്നു 2023 റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ ഇന്ത്യയിലേക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത്. അടുത്തത് നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്തത്. ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ച ഇന്ത്യയിലെ പുതിയ അംബാസിഡർ ആരാണ്? റുവൻ അസാർ. ആരാണ്? റുവൻ അസാർ ആണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ച ഇന്ത്യയിലെ പുതിയ അംബാസിഡർ. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു. എന്താണ് ബുക്കിന്റെ പേര്? ദ 8% സൊല്യൂഷൻ, എ സ്ട്രാറ്റജി ഫോർ ഇന്ത്യാസ് ഗ്രോത്ത് എന്ന ബുക്ക് എഴുതിയത് ആരെഴുതിയ ബുക്കാണ്? നിഖിൽ ഗുപ്ത എഴുതിയ ബുക്കിന്റെ പേര് എന്താണ്? ദ 8% സൊല്യൂഷൻ, എ സ്ട്രാറ്റജി ഫോർ ഇന്ത്യാസ് ഗ്രോത്ത് എന്ന ബുക്കാണ്. അതിനുശേഷവും നമ്മളൊരു ബുക്കാണ് ചർച്ച ചെയ്തത്. ബുക്കിന്റെ പേരെന്തായിരുന്നു? ഇലോൺ മസ്ക്. എന്താണ്? ഇലോൺ മസ്ക് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? വാൾട്ടർ ഐസക്സൺ. ആരാണ്? വാൾട്ടർ ഐസക്സൺ എഴുതിയ ബുക്കാണ് എന്ത്? ഇലോൺ മസ്ക് എന്നുള്ള ബുക്ക്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആരെക്കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു? സവിത ലഡേജയ്ക്ക് ഒരു പുരസ്കാരം കിട്ടിയ പോയിന്റ് ആയിരുന്നു. എന്തായിരുന്നു പോയിന്റ്? റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ വിദ്യാഭ്യാസത്തിനുള്ള നൈഹോം പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? സവിത ലഡേജയ്ക്കാണ്. 2023 റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി നൽകുന്ന വിദ്യാഭ്യാസത്തിനുള്ള നൈഹോം പുരസ്കാരം ലഭിച്ചത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു AI പ്ലാറ്റ്ഫോമിനെ കുറിച്ചായിരുന്നു. എന്താണ് പേര്? കൃത്രിം. കൃത്രിം എന്നുള്ള ഒരു AI പ്ലാറ്റ്ഫോം ആണ്. എന്തായിരുന്നു പ്രത്യേകത? ഇന്ത്യയിലെ ആദ്യ ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ആണ് എന്ത്? കൃത്രിം എന്നുള്ള പ്ലാറ്റ്ഫോം. ആരാണ് പുറത്തിറക്കുന്നത്? ഓലയാണ്. ഓല പുറത്തിറക്കുന്ന AI പ്ലാറ്റ്ഫോം ആണ് ഏത്? കൃത്രിം എന്നുള്ള പ്ലാറ്റ്ഫോം. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതെന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതാണ്? സൊർവേദ് മഹാമന്ദിർ. ഏതാണ്? സൊർവേദ് മഹാമന്ദിർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാരണാസിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് സൊർവേദ് മഹാമന്ദിർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ സൂററ്റിൽ സ്ഥിതി ചെയ്യുന്ന സൂററ്റ് ഡയമണ്ട് ബോർഡ്സ് എന്നുള്ള ഓഫീസ് സമുച്ചയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം. അതും ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു വേദിയായിരുന്നു. എന്തിന്റെ വേദിയാണ്? ആനിമൽ ഹെൽത്ത് കോൺക്ലേവ് 2023 വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ് 2023 ആനിമൽ ഹെൽത്ത് കോൺക്ലേവ് നടക്കുന്നത്. ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് കൂടി ഓർത്തു വെക്കുക. പർഷോത്തം രൂപാലയാണ് 2023 ആനിമൽ ഹെൽത്ത് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇതായിരുന്നു. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് വിൻസൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ ആണ്. ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. അടുത്തിടെ IAF വിജയകരമായി പരീക്ഷിച്ച വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ഏതാണ്? സമർ എന്നുള്ള മിസൈൽ സംവിധാനമാണ് അടുത്തിടെ IAF വിജയകരമായി പരീക്ഷിച്ച വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം.
അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ആകാശ്. എന്താണ് ആകാശ്? ആകാശത്തിലെ 4 ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർത്ത ഇന്ത്യൻ മിസൈലാണ് ഏത്? ആകാശ്. അപ്പോൾ പോയിന്റ് എന്താണ്? ആകാശത്തിലെ 4 ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർത്ത ഇന്ത്യൻ മിസൈൽ ഏതാണ്? ആകാശാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് മല്ലികാ സാഗറിനെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു. എന്തായിരുന്നു പോയിന്റ്? IPL താരലേലം നിയന്ത്രിക്കുന്ന ആദ്യ വനിത ആരാണ്? മല്ലികാ സാഗർ ആണ്. എന്താണ്? IPL താരലേലം നിയന്ത്രിക്കുന്ന ആദ്യ വനിത മല്ലിക സാഗർ ആണ്. ഏതാണ് ആ ഒരു IPL താരലേലം? 2024 എഡിഷനിലേക്കുള്ള IPL താരലേലമാണ്. എവിടെ വെച്ചാണ് നടന്നത്? ദുബായിൽ വെച്ചാണ് നടന്നത്. മാത്രമല്ല 2023-24 എഡിഷനിലേക്കുള്ള ഇന്ത്യൻ വുമൺ പ്രീമിയർ ലീഗിലേക്കുള്ള താരലേലവും ആരാണ് നിയന്ത്രിച്ചത്? മല്ലിക സാഗർ തന്നെയായിരുന്നു നിയന്ത്രിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികച്ച ഓസ്ട്രേലിയൻ താരം ആരെന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മിച്ചൽ സ്റ്റാർക്ക്, ഓപ്ഷൻ ബി പാറ്റ് കമ്മിൻസ്, ഓപ്ഷൻ സി ആഡം സാബ, ഓപ്ഷൻ ഡി നഥാൻ ലിയോൺ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരെന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി കേരളം. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയെന്നാണ്? എന്താണ് 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയെന്നാണ്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി കോഴിക്കോട്. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കാസർഗോഡാണ് ശരി ഉത്തരം. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു? കാസർഗോഡായിരുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിറ്റ്സ് ആയി ആചരിക്കുന്നത് ഏത് വർഷമെന്നാണ്? ഏത് വർഷമാണ്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. 2023, ഓപ്ഷൻ ബി 2024, ഓപ്ഷൻ സി 2025, ഓപ്ഷൻ ഡി 2026. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്, 2024 ശരി ഉത്തരം. 2024 നമ്മൾ എന്താചരിക്കുന്നത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിറ്റ്സ് ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2023 ആചരിച്ചത് എന്തായിട്ടാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ്. എന്താണ്? ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ് 2023 നമ്മൾ ആചരിച്ചത്. അപ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിറ്റ്സ് ആയിട്ട് ആചരിക്കുന്ന ഏത് വർഷമാണ്? 2024. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.